വീട്ടുജോലി ചെയ്യുന്ന സ്ത്രീകളുടെ വരുമാനം 30,000 രൂപ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കുടുംബനാഥയുടെ സേവനം രാഷ്ട്രസേവനമാണെന്ന വാർത്ത എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലേ? സുപ്രീം കോടതിയാണ് അങ്ങനെ ഒരു നിരീക്ഷണം പറഞ്ഞത്. 1 രൂപ പോലും ശമ്പളം വാങ്ങാതെ രാവിലെ മുതൽ രാത്രി വരെ ഒരു വീട്ടമ്മ ചെയ്യുന്ന ജോലികൾക്ക് ആർക്കും ഒരു വിലയുമില്ല. അങ്ങനെയല്ലേ സാധാരണ കണ്ടുവരുന്നത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. രാവിലെ മുതൽ രാത്രി വരെ പണിയെടുക്കുന്ന വീട്ടമ്മമാരുടെ ജോലിയുടെ വിപണി മൂല്യം കണക്കാക്കിയാൽ അത് വളരെ വലുതാണ്. അതുമാത്രമോ, കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത നിലനിർത്തുന്നത് ആരാ? അതിൻ്റെയും ഒരു അദൃശ്യ അധ്വാന സ്ത്രീകളുടേതല്ലേ. അപ്പോൾ കോടതി പറഞ്ഞു വന്നത്, വീട്ടമ്മമാർ കുടുംബത്തിന് നൽകുന്ന സേവനം കേവലം ഒരു വ്യക്തിഗത ജോലിയല്ല എന്നും അത് രാജ്യത്തിൻ്റെ അടിത്തറ ശക്തമാക്കുന്ന രാഷ്ട്രസേവനമാണെന്നുമാണ്. പിന്നെ കോടതി ചൂണ്ടിക്കാട്ടിയത്, ഒരു സ്ത്രീ വീട്ടിലെ ജോലി മാത്രം ചെയ്യുന്നു എന്നതിനർത്ഥം അവർ കുടുംബത്തിന് സാമ്പത്തിക സംഭാവന നൽകുന്നില്ല എന്നല്ല, മറിച്ച് വീട്ടമ്മമാരുടെ അധ്വാനത്തെ വിലകുറച്ച് കാണുന്നത് സ്ത്രീകളുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണെന്ന് കൂടി കോടതി ഓർമ്മിപ്പിച്ചു. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇപ്പോൾ എന്താണ് ഇങ്ങനെയൊരു വിധി വരാൻ കാരണമെന്ന് അല്ലേ? ഒരു വാഹന അപകട കേസിൽ മരണപ്പെട്ട വീട്ടമ്മയുടെ കുടുംബത്തിന് ലഭിക്കേണ്ട നഷ്ടപരിഹാരം കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഈ ചരിത്രപരമായ വിധി ഉണ്ടായത്. അതായത്, ഇനി വീട്ടുജോലി ചെയ്യുന്ന സ്ത്രീകളുടെ വരുമാനം മാസം 30,000 രൂപയായി കണക്കാക്കാൻ കോടതി ഉത്തരവിട്ടു. സാധാരണയായി വരുമാനമില്ലാത്തവർ എന്ന ഗണത്തിൽപ്പെടുത്തിയിരിക്കുന്നതാണല്ലോ വീട്ടമ്മമാരെ. അപ്പം അങ്ങനെയുള്ളവരുടെ മരണത്തിന് വളരെ കുറഞ്ഞ നഷ്ടപരിഹാരമാണ് നൽകാറുള്ളത്. ഇതുമൂലം വരുമാനമില്ല എന്ന വാദം ഉന്നയിച്ച് ഇൻഷുറൻസ് തുക കുറയ്ക്കാൻ ശ്രമിക്കുന്ന കമ്പനികൾക്കുള്ള ശക്തമായ ഒരു തിരിച്ചടിയാണ് ഈ വിധി. സ്ത്രീകളുടെ വീട്ടുജോലിയെ കേവലം സ്നേഹത്തിൻ്റെയോ കടമയുടെയോ ഭാഗമായി മാത്രം കാണാതെ അവരുടെ അന്തസ്സും അഭിമാനവും ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിധി തന്നതിൽ സുപ്രീം കോടതിക്കൊരു ബിഗ് സല്യൂട്ട് നൽകാം അല്ലേ? അപ്പോൾ ഇതുപോലെയുള്ള വാർത്തകൾ ഇനിയും എൻ്റെ ചാനലിൽ ഉണ്ടായിരിക്കുന്നതാവും. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഞാൻ ഇന്നലെ വിജയുടെ ഒരു വീഡിയോ കൂടി ഇട്ടായിരുന്നു. അതെല്ലാവരും കണ്ടു കാണുമോ എന്നറിയില്ല. ആരും കണ്ടില്ലെന്ന് തോന്നുന്നു. അതുകൂടി എൻ്റെ ചാനലിൽ കയറി ഒന്ന് കാണുകയും ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ചെയ്യുകയും വേണം കേട്ടോ. ഇനി മറ്റൊരു വാർത്തയുമായി ഞാൻ പിന്നെ വരാം.